ഞാനിപ്പോൾ മാർക്കറ്റിലോട്ട് പോകാൻ പോവാണേ. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച മാർക്കറ്റുണ്ട്. അപ്പം മാർക്കറ്റിലോട്ട് പോകാൻ പോവാം. അപ്പം മാർക്കറ്റിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ മാർക്കറ്റ് എത്താറായി കേട്ടോ. മാർക്കറ്റ് എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് അത്രയും ദൂരമുള്ള മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് വരാൻ ഒരു 10 മിനിറ്റ് അത്ര എടുക്കത്തുള്ളൂ. ഇഷ്ടം പോലെ വളകൾ, അടിപൊളി വളകൾ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങ് വാങ്ങിക്കാനായിട്ട് തോന്നും. പിന്നെ ഇതുപോലെ മാർക്കറ്റിലോട്ട് കയറി ഇഷ്ടം പോലെ പച്ചക്കറികളും സാധനങ്ങളും ഇങ്ങനെ നിരന്ന് ഇരിപ്പുണ്ട്. പണ്ടൊക്കെ കൊച്ചിലേക്ക് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അയ്യോ അതെന്തിനാ, നമ്മൾക്കപ്പോൾ ഇഷ്ടം ബേക്കറിയിൽ. പക്ഷെ ഇപ്പോഴൊക്കെ പോകാൻ ഇതൊക്കെ വാങ്ങിക്കാനും ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഈ കടയിലൊക്കെ പോയി നമ്മൾ സാധനം അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിലും അതിൻ്റെ വിലയൊക്കെ തിരക്കാനും ആ സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ട് നോക്കാനും ഒക്കെ ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾക്കും അതുപോലെയാണോ? പിന്നെ ഈ ഞാൻ എടുക്കുന്ന വീഡിയോസിനൊന്നും വലിയ ക്ലാരിറ്റിയോ അങ്ങനെയൊന്നും കാണത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം വലിയ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ അത് കുക്കുംബറൊക്കെ നല്ല കിലോ 20 രൂപയ്ക്കൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ രാത്രിയിലൊരു സലാഡോ, ഹെൽത്തി അല്ലേ അതൊക്കെ കഴിക്കുമ്പം, അങ്ങനെയൊക്കെ നമുക്കതാക്കി കഴിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ വെയിറ്റ് ലോസിനൊക്കെ ഇത് നല്ല ഇതാണ്. അപ്പോൾ എനിക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിങ്ങനെ കുറേ ദിവസം കൊണ്ടിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഉള്ളത്, ഞാനാണെങ്കിൽ കുറച്ച് കോവയ്ക്കൊക്കെ വാങ്ങിച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറച്ച് 1 കിലോ കോവയ്ക്ക മേടിച്ചു. 1 കിലോയ്ക്ക് എന്തോ 60 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം നമുക്ക് ഇവരോട് ബാർഗെയിനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാർഗെയിനൊക്കെ ചെയ്ത് ചിലപ്പം ചിലവരൊക്കെ നല്ല കുറച്ചൊക്കെ തരും. പിന്നെ ഒരുപാട് സാധനമൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് വിലക്കുറവിനൊക്കെ കിട്ടും. പുറത്ത് പോയി വാങ്ങിക്കുന്നതിനൊക്കെ ഈ മാർക്കറ്റിൽ പോയി നമ്മൾ ശനിയാഴ്ച വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ വിലക്കുറവിനൊക്കെ സാധനങ്ങൾ കിട്ടുമേ. എല്ലാം ഉണ്ട്, പച്ചക്കറി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. നല്ല പച്ചക്കറി കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി അത് നമുക്ക് കിട്ടും. പിന്നെ ദേ കോളിഫ്ലവർ, എല്ലാ സാധനവും ഇരിപ്പുണ്ട്. പിന്നെ ഒരു സാധനം അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഞാനെന്തോ ഒരു പ്രാവശ്യം എനിക്കറിയത്തില്ലായിരുന്നല്ലോ ഇതിനെപ്പറ്റി. അപ്പം ഞാനത് വാങ്ങിച്ച് നല്ല കാര്യത്തെ മെഴുക്കുവരട്ടിയോ തോരനോ അങ്ങനെന്തോ വെച്ചിട്ട് എടുത്ത് കഴിച്ചപ്പോൾ ഉണ്ട് ഭയങ്കര ചൊറിച്ചിൽ. ഞാൻ നമ്മുടെ ചേമ്പാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തോ സാധനം എന്നറിയാവോ? അത് നമ്മുടെ ആമ്പലിൻ്റെ എന്തോ കായം കണ്ട. അതെനിക്കിപ്പോഴും അറിയത്തില്ല എന്തോ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാനത് ആമ്പലിൻ്റെ കായം തോന്നുന്നു, അങ്ങനെ എന്തോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വലിയ കാര്യത്തെ ചേമ്പോ കണ്ടാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അങ്ങനെ കുറേ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ 10 രൂപയ്ക്ക് മല്ലിയില, 10 രൂപയ്ക്ക് മുളക്, ഇത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഈ ഇരിക്കുന്ന ആ നീളമുള്ള, പിന്നെ ഈ ഇരിക്കുന്ന സാധനം കോവയ്ക്കല്ല കേട്ടോ, അത് വേറെന്തോ ഒരു സാധനമാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അത് നമുക്ക് വെരിക്കുവരട്ടി പോലൊക്കെ വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെന്തോ നമ്മുടെ ചുമന്ന പയർ, പിന്നെ മുരിങ്ങയ്ക്ക, അത് സാധനം, അങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. ഇവിടുത്തെ പാവയ്ക്ക നമ്മുടെ നാട്ടിലെ കൂട്ട് മറ്റേ വെള്ളപ്പാവയ്ക്ക പോലത്തെ കിട്ടത്തില്ല കേട്ടോ. നല്ല ഈ പച്ച പാവയ്ക്ക ഭയങ്കര കയ്പ്പാണ് അതിന്. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നേ. പിന്നെ കഴിച്ച് അതങ്ങ് ശീലമായി. പിന്നെ ഇപ്പം മാങ്ങാ സീസണല്ലേ, മാങ്ങയുണ്ട്. മാങ്ങയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഈ തണുപ്പ് സീസൺ ആകുമ്പോൾ ഇവിടെ നല്ല ചുമന്ന ക്യാരറ്റ് കിട്ടും. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇലയോട് കൂടിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവർ ഈ ഇല സബ്ജി ഇവിടെ ഭയങ്കരമായിട്ട് ഇവർ ഇല എടുക്കുന്നവരാണ്ട് എല്ലാത്തിൻ്റെ ഇല എടുത്ത് അവർ എന്തെങ്കിലും കറികളൊക്കെ വെക്കും. നമ്മുടെ ഇവിടെ തേങ്ങ അരച്ചൊന്നും അല്ലാത്ത കൂട്ടൊക്കെ കറി വെക്കും. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും അത് ഇരിക്കുന്ന മുല്ലപ്പൂവാണ്. ഇഷ്ടം പോലെ ഈ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ ഇവർ കൂട്ടുവേ. എല്ലാത്തിൻ്റെ ഇല എന്തൊക്കെയാണെന്നറിയത്തില്ല, ഇഷ്ടം പോലെ ഇലകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ചീരകൾ തന്നെ എത്ര തരത്തിലുള്ള ചീരകൾ, പിന്നെ
ഇതുവാ ഇരിക്കുന്ന പാലക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കറി വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കരിവേപ്പില മേടിച്ചേ 10 രൂപയ്ക്ക്. പിന്നെ ഉള്ളത് കരിവേപ്പില വാങ്ങിച്ച്, പിന്നെ എന്താ പാലക്ക് വാങ്ങിച്ചു. 10 രൂപ അങ്ങനെ എന്തോ ആ പാലക്കിന്. അത് നമ്മുടെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ നമ്മുടെ മൂളി റാഡിഷില്ലേ, അത് വാങ്ങിച്ചു. ഇതാ റാഡിഷ് അത് വാങ്ങിച്ചു. പിന്നെ ഇതോ അവിടെ ഒരു സൈഡിലിരിക്കുന്ന അങ്ങോട്ട് പോകുമ്പം ഇരിക്കുന്ന ആ മഞ്ഞ ഉണ്ടക്ക പോലെ ഇരിക്കുന്നത് അത് നമ്മുടെ കൂവളത്തിൻ്റെ കായാണ്. എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് കൂവളത്തിൻ്റെ കായാണ്. പിന്നെ ഇത് ചക്ക ഇരിപ്പുണ്ട്, നമ്മുടെ കൊത്തച്ചക്ക, വിളയാത്ത ചക്ക ഇരിപ്പുണ്ട്. അത് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ വാങ്ങിച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അങ്ങോട്ടങ്ങോട്ട് പോയാൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പോയില്ല, പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇഷ്ടമാണ് ഇത്. അങ്ങോട്ട് മാർക്കറ്റ് അങ്ങോട്ടങ്ങുണ്ട്. അങ്ങോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുണ്ട്. നമ്മുടെ കറിക്കായും പിന്നെ വാഴപ്പിണ്ടി, പിന്നെ ഈ സാധനം എന്തുവാ, അങ്ങനെ എന്തോ സാധനമൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ നാരങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വില കൂടുതലാണ് കേട്ടോ. വില കൂടുതലാണ്. 20 രൂപയ്ക്ക് 2 നാരങ്ങ അങ്ങനെ എന്തോ കിട്ടുന്നത്. അതുകൊണ്ട് ആ സൈഡിലോട്ട് പോയില്ല. പിന്നെതാ വളകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാം. എല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി